റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒടുവിൽ ചില സത്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് നമുക്കറിയില്ല. എങ്കിലും റോയിയുടെ കുടുംബം എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നതാണ്, മകൻ പറഞ്ഞ ചില കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട്. അതുകൊണ്ട് കുടുംബത്തോട് തൽക്കാലം ദുബായിലേക്ക് പോകണ്ട, ബാംഗ്ലൂരിൽ തന്നെ നിൽക്കാൻ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ റോയിയുടെ ഭാര്യയ്ക്കെല്ലാം അറിയാവുന്ന റോയി തന്നെയാണ് ഡയറിയിൽ എഴുതി വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ മകനും ഭാര്യയും ഒക്കെ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. ഒപ്പം ജോസഫും പത്രസമ്മേളനം നടത്താമെന്ന് പറഞ്ഞ് അത് മാറ്റിവെച്ച് ജോസഫ് പെട്ടെന്ന് ഒരു നാൾ സോഷ്യൽ മീഡിയയിൽ വരുന്നു, ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങളുടെ ഒരിടവും തകർച്ച സംഭവിച്ചിട്ടില്ല, നിക്ഷേപകർ പണം തിരികെ ചോദിച്ചിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടി പറയുന്നത് പോലെ ജോസഫ് സംസാരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു ദുരൂഹതയുണ്ട്. യഥാർത്ഥത്തിൽ ഈ സമയത്ത് നമുക്ക് പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളിൽ നിന്ന് കിട്ടുന്ന പുറത്തു വരുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് റോയിക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? റോയിയുടെ മരണം സംഭവിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞു. പല വിധത്തിലുള്ള വാർത്തകൾ, കിംവദന്തികൾ, അഭ്യൂഹങ്ങളൊക്കെ പരന്നു. വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, റോയി ഏതാണ്ട് 24,000-ഓളം പേർക്ക് വീട്, ഫ്ലാറ്റ്, വില്ല ഇതൊക്കെ വെച്ച് നൽകിയിട്ടുണ്ട്. ആരും തന്നെ പരാതിയുമായിട്ട് എത്തിയിട്ടില്ല. ഈ ഇതൊക്കെ നിർമ്മിച്ച് നൽകുന്ന റോയി എന്ന് പറയുന്നത് സ്വയം ഒരു ബ്രാൻഡായിട്ട് അങ്ങ് മാറി. എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് പോലും പണം കടമെടുക്കാതെ ബിസിനസ് ചെയ്ത് വലിയ തോതിൽ നിക്ഷേപം നടത്തി ആളുകൾക്കെല്ലാം തന്നെ ആവശ്യത്തിന് വീടും വില്ലയൊക്കെ നിർമ്മിച്ച് നൽകുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള റോയി ആഡംബരത്തിൻ്റെ മറ്റൊരു വാക്കുകൂടി. കാരണം കിട്ടുന്ന പണത്തിൽ ഒരു വലിയ ഭാഗം ചെലവഴിക്കുന്നത് ആഡംബരത്തിന് വേണ്ടിയിട്ടാണ്. എപ്പോഴും ഉയർന്ന വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുക, റോൾസ് റോയ്സ് പോലെയുള്ള, ലംബോർഗിനി പോലെയുള്ള 10ഉം 12ഉം കാറുകൾ തൻ്റെ ശേഖരത്തിൽ വെക്കുക, എന്നിട്ട് അതിൻ്റെ മുമ്പിൽ നിന്ന് ചിത്രങ്ങൾ എടുത്തിട്ട് അതൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക. അപ്പം മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ താൻ ഒരു ആഡംബരത്തിൻ്റെ അവസാന വാക്കാണെന്നുള്ള ഒരു ഇമേജ് സൃഷ്ടിച്ചെടുക്കാൻ റോയ് ശ്രമിച്ചു. അതിൽ വിജയിക്കുകയും ചെയ്തു. കേരളത്തിലെ ശതകോടീശ്വരന്മാരുടെ കാര്യങ്ങൾക്ക് യൂസഫ് അലി ആയിക്കോട്ടെ, രവി പിള്ള ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന കല്യാണിന്റെ ഉടമയായിക്കോട്ടെ, എന്തിന് സാബു എം തോമസ് വരെ, അല്ലെ ജേക്കബ്, അല്ലെ സാബു എം ജേക്കബ് വരെ, ഇവരാരും തന്നെ പണക്കാരാണെങ്കിലും ആഡംബരം കാണിക്കുന്ന അധികം ചിത്രങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇയാൾ അങ്ങനെയല്ല, പർപ്പസ്ഫുള്ളി ആഡംബരം കാണിച്ചു. എന്തിനാണെന്ന് വെച്ചാൽ താൻ നിക്ഷേപം നടത്തി താൻ ബിസിനസ്സിൽ വിജയിച്ച ആളാണെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി. കാരണം 7-8 കോടി രൂപ വിലയുള്ള 10ഉം 12ഉം കാറ് ദുബായിൽ തൻ്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ബിസിനസ്സുകാരനല്ല എന്ന് ആളുകൾക്ക് മനസ്സിലാവും. മാത്രമല്ല, ആളുകൾ ഈ ഫ്ലാറ്റിനും വില്ലയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് പണം മുടക്കുന്നതിനപ്പുറത്തേക്ക് റോയിലേക്ക് നിക്ഷേപം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. റോയി ആരുടെ ചെന്ന് എനിക്ക് നിക്ഷേപം തരണേ, എൻ്റെ ബിസിനസ്സിൽ പങ്കാളിയാകണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ പലരും അങ്ങോട്ടേക്ക് ചെന്നു. കാരണം നേരായ വഴിയിലല്ലാതെ പണം സമ്പാദിക്കുന്നവർ ഉൾപ്പെടെ ബാങ്കിലേക്ക് വൻതോതിൽ പണം നിക്ഷേപിക്കില്ല. അങ്ങനെ നിക്ഷേപിച്ചാൽ ടാക്സ് കൊടുക്കേണ്ടി വരും. ബാങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻകം ടാക്സിനൊക്കെ തന്നെ സോഴ്സ് കാണിക്കേണ്ടി വരും. ഒരുപാട് നൂലാമാലകളാണ്. പക്ഷേ റോയിലേക്ക് പണം നിക്ഷേപിച്ചാൽ അങ്ങനെയല്ല. റോയി പുതിയ പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങും. ആ പ്രോജക്റ്റിൽ ഒരു സൈലന്റ് പാർട്ണറാകാം, ലാഭവിഹിതം കിട്ടും. കൃത്യമായിട്ട് റോയി കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും ഈ നിക്ഷേപകർ ഇങ്ങോട്ടേക്ക് പണം കൊടുക്കുന്നത് കുറഞ്ഞു. കുറേ നിക്ഷേപകർ കൊടുത്തു എന്ന് മാത്രമല്ല, ലാഭവിഹിതം ഇപ്പം വേണ്ട, ആ നിക്ഷേപം റോയിയുടെ കയ്യിൽ തന്നെ വെച്ചോളാൻ പറഞ്ഞു. ആ പണം കൂടുതൽ ആഡംബര കാര്യങ്ങൾക്കായിട്ട് റോയി വിനിയോഗിക്കുന്നു. ബംഗളൂരുവിൽ വലിയ വീടുണ്ട്, വസതിയുണ്ട്, ഫ്ലാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ റിസോർട്ടുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്. പക്ഷെ റോയ് താമസിക്കുന്നത് ഈ ഗഡേനിയ പോലെയുള്ള വലിയ ഹോട്ടലുകളിലാണ്. ഈ 5 സ്റ്റാർ ഹോട്ടലുകളുടെ ഒരു ഫ്ലോർ മുഴുവനായിട്ട് വാടകയ്ക്കെടുത്ത് താമസിക്കും. സ്വന്തമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് ഒരു ലിഫ്റ്റ് വേണമെന്ന് ആവശ്യപ്പെടും. സ്വന്തമായിട്ട് ബോഡി ഗാർഡ്സിന് താമസിക്കാനുള്ള മുറി, പാചകക്കാരെ കൊണ്ടുവരിക, കാർ ഡ്രൈവേഴ്സിനെ താമസിപ്പിക്കുക, അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ഹോട്ടലിൽ നിന്ന് താമസിച്ചിറങ്ങുമ്പോൾ ഒരു 50-60 ലക്ഷം രൂപ ഒരു മാസം അങ്ങനെ ചിലവാക്കിയാൽ എത്ര രൂപയെന്ന് ആലോചിച്ചു. ഈ കോടികളാണ്. അങ്ങനെ ഈ പൈസ കിട്ടുന്നു എന്ന് മാത്രമല്ല, കോടികൾ ദൂർത്തടിച്ച് കളയുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ കാരണം മറ്റുള്ളവരൊക്കെ തന്നെ ബഹുമാനിക്കണം. അയ്യോ, ആഡംബരക്കാരനാണല്ലോ, വലിയ ബാങ്കിനെ പോലും ഡിപ്പെൻഡ് ചെയ്യാതെ ബിസിനസ് ചെയ്യുന്ന ആളാണല്ലോ എന്ന് എല്ലാവരും കരുതണം. ഇത് ഇയാളുടെ ഒരു ആഗ്രഹമാണ്. ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് ബിസിനസ് ഇനി മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റണമെന്നും UAE-യിലും ദുബായിലും ഒക്കെ പുതിയ പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തതോടുകൂടി റോയിയുടെ ഒരു പതനത്തിന് തുടക്കം കുറിക്കുന്നു. UAE-യിൽ പണം നിക്ഷേപിച്ചപ്പോൾ ഇന്ത്യയിൽ നടത്തിയ ബിസിനസിന്റെ ലാഭവിഹിതമാണ് താൻ നിക്ഷേപിക്കുന്നത്. ഇതാ റോയി പറഞ്ഞതും. UAE-ക്കാർ അത് കേട്ടു. പക്ഷേ അവരുടെ അന്വേഷണത്തിൽ ചില പോരായ്മകൾ, ചില തെറ്റുകളൊക്കെ കണ്ടെത്തി. അപ്പോൾ റോയിയോട് ചോദിച്ചു, റോയിക്ക് വേണമെങ്കിൽ പിഴയടച്ചതിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ നേരായ മാർഗത്തിലല്ലാതെ പണം സമ്പാദിച്ച ചില ആളുകൾ, രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകൾ, ഇവരൊക്കെ തന്നെ റോയിലേക്ക് പണം നിക്ഷേപിച്ചതായിട്ടുള്ള ചില വാർത്തകൾ വന്നു. അതിൻ്റെ വേരുകൾ തേടി ഇറങ്ങിയ UAE ഇന്ത്യയിലെ IT മേഖലയ്ക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻകം ടാക്സിനൊക്കെ ഇതിനെ സംബന്ധിച്ചുള്ള ചില സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു കത്ത് നൽകി. ഈ കത്തിൻ്റെ ചൂട് പിടിച്ച് ഇവിടെ അന്വേഷണം ആരംഭിച്ചപ്പോൾ ബംഗളൂരുവിലുള്ള ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ മാറ്റി
കേരളത്തിലെ ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിച്ചു. അതിൽ ചില പൊരുത്തക്കേടുകൾ കണ്ടു. ഇത് റോയിയെ വല്ലാതെ ആശങ്കാകുലനാക്കി. മാത്രമല്ല UAE പ്രൊജക്റ്റ്, ദുബായ് പ്രൊജക്റ്റ് എന്നിവയൊക്കെ ആരംഭിച്ചു കഴിഞ്ഞെങ്കിലും അതിലേക്ക് പണം വരുന്നില്ല. സാധാരണഗതിയിൽ ആളുകൾ ദുബായിലേക്ക് അല്ലെങ്കിൽ UAEയിലേക്ക് പ്രൊജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പണം അങ്ങോട്ട് കൊണ്ടുപോയി നിക്ഷേപിക്കും. ഇവിടെ പണം വരാതായതോടെ റോയി പലരോടും പണം ചോദിച്ചു. ഞാൻ ഇങ്ങനെ പദ്ധതി തുടങ്ങുന്നുണ്ട്, പ്രോജക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് പണം നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടോ? മോഹന വാഗ്ദാനങ്ങളൊന്നും കൊടുത്തില്ല. പക്ഷേ അങ്ങനെ ഒരു റിക്വസ്റ്റ് നടത്തേണ്ട അവസ്ഥയിലേക്ക് റോയിയെ കൊണ്ടുവന്ന് എത്തിച്ചു. അതായത് പണത്തിൻ്റെ ഫ്ലോ കുറഞ്ഞു. മാത്രമല്ല നിക്ഷേപിച്ച പണം ചിലരെങ്കിലും തിരിച്ചു ചോദിച്ചു തുടങ്ങി. ആ തിരിച്ചു ചോദിക്കുന്നതിൽ ഭീഷണിയുടെ അംശവുമുണ്ട്. അപ്പം ആഡംബരക്കാരനായിട്ട് രാജാവിനെ പോലെ വിലസിയ റോയിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് നിക്ഷേപകർ മാറിയത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ദുബായിലെ പ്രോജക്റ്റിന് പണം കിട്ടാതെ വന്നതോടുകൂടി തൻ്റെ ആഡംബരങ്ങൾ അവസാനിക്കുമെന്ന് ഇയാൾ ഭയപ്പെട്ടു. മരണത്തിന് ഒരാഴ്ച മുമ്പ് ഉറക്കമില്ലാത്ത ദിവസങ്ങളായിട്ട് റോയിക്ക് മാറി. കാരണം ഈ പ്രശ്നങ്ങളൊക്കെ പണം അടച്ച് തീർത്താൽ പോലും ദുബായിലെ ജയിലറയ്ക്കുള്ളിലേക്ക് തന്നെ പിടിച്ചിടുമോ, കള്ളപ്പണ ഇടപാടിൻ്റെ ചില സൂചനകൾ അവിടെ വന്നോ എന്നുള്ള ആശങ്കയുണ്ടായി. അങ്ങനെ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു മാനസിക അസ്വാസ്ഥ്യത്തിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നത്, നിങ്ങൾ മരുന്ന് കഴിക്കണം, ഉറങ്ങണമെന്നൊക്കെ പറയുന്നു. ഇതിനിടയിലാണ് മാധ്യമങ്ങളിൽ വലിയ വലിയ കഥകളൊക്കെ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വന്നത്. ഈ കുടുംബം നടത്താൻ നിശ്ചയിച്ചിരുന്ന വാർത്താ സമ്മേളനം പോലും പിന്നീട് മാറ്റിവെച്ചു. പക്ഷേ ജോസഫ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന് MD പറയുന്നത് എന്താ, ഈ സ്ഥാപനത്തിന് യാതൊരു കടക്കണിയുമില്ല. ഈ റോയിയെ കുറിച്ച് മാധ്യമങ്ങൾ വരുന്നതൊക്കെ നട്ടാൽ കിളിക്കാത്ത നുണകളാണ്, ഈ രീതിയിലൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു വീഡിയോ സന്ദേശമായിട്ടാണ് നൽകുന്നത്, അല്ല വാർത്താ സമ്മേളനമൊന്നുമല്ല. എന്തിനാണ് ജോസഫ് ഇക്കാര്യമൊക്കെ മറച്ചു വെക്കുന്നത്? ഒരു സംശയം തോന്നില്ലേ? തീർച്ചയായിട്ടും ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ആരോ ഒരു വാർത്ത ചെയ്തത് ഇതെനിക്ക് ഓർമ്മയുണ്ട്. ജോസഫിനെ ഈ സഹോദരനെ അറിഞ്ഞൊന്ന് കുടഞ്ഞാൽ സത്യങ്ങൾ പുറത്തു വരും എന്നൊക്കെ പറഞ്ഞു. കാരണം ജോസഫ് പൊടുന്നനെ വരുന്നു, ഒരു സോഷ്യൽ മീഡിയയിൽ പറയുന്നു, ഞങ്ങൾക്ക് എന്തോ പറയിപ്പിച്ച് പറയുന്നത് പോലെയാണ് ജോസഫിന്റെ ഓരോ, നമ്മൾ ആ വീഡിയോ ഫുള്ളായിട്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അതായത് എനിക്കിതൊക്കെ എനിക്ക് സത്യങ്ങൾ അറിയാം, പക്ഷേ നിക്ഷേപകർ അല്ലെങ്കിൽ ഈ ഫ്ലാറ്റിന് വേണ്ടി പൈസ അടച്ചവർ അല്ലെങ്കിൽ അത് കിട്ടുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരൊക്കെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രതിസന്ധിയെക്കുറിച്ചാണ് ജോസഫിന്റെ ഭയം. അതാണ് ആ വാക്കുകളിൽ നമ്മൾ കണ്ടത്. ഒരു പ്രശ്നവും ഇല്ല, തെളിവുകളുമായി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ 24,000 വില്ലകൾ അല്ലെങ്കിൽ ഫ്ലാറ്റുകൾ, വില്ലകൾ, വീടുകളൊക്കെ കെട്ടിക്കൊടുത്ത റോയിയെ കുറിച്ച് ഈ വീട് കെട്ടിക്കൊടുത്ത ആർക്കും ഒരു പരാതിയില്ല. അവരാരും നിക്ഷേപകരല്ല. അവരൊക്കെ ഇപ്പൊ നമ്മൾ ഒരു ഫ്ലാറ്റ് ഇഷ്ടപ്പെട്ടു, നമ്മൾ അവിടെ പോയി ഇപ്പൊ 100% ലോൺ കൊടുക്കുമെന്ന് പലരും പറയും. നമ്മളൊരു 50% അടയ്ക്കുന്ന 50% ലോൺ കിട്ടുക നമ്മളെ പൈസയാണ്. അത് റോയിയായിട്ട് കോൺഫിഡൻസ് ഗ്രൂപ്പായിട്ട് അതിന് ബന്ധമില്ല. അവർ കെട്ടിത്തരുന്ന ഒരു ബിൽഡിങ്, അത് നമ്മളെ പൈസ കൊടുത്ത് വാങ്ങുന്നതിന് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരാതി പറയാം. ഒരു പക്ഷേ ഇതുവരെ റോയിയുടെ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ആരും പരാതിയുമായി രംഗത്തെത്തിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ പ്രശ്നം നിക്ഷേപകരാണ്. റോയിയുടെ ഈ പണമിടപാടുകൾ UAE അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ സ്വാഭാവികമായും നിക്ഷേപകർക്ക് ഭയം തോന്നി തുടങ്ങി കാണും. കാരണം അവരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്, അല്ലെങ്കിൽ കള്ളപ്പണമാണെങ്കിലും അത് എത്ര റിസ്ക് എടുത്തുണ്ടാക്കുന്ന പണമായിരിക്കാം. ആ പണം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി. പിന്നെ പലരും നിക്ഷേപിച്ച് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ലാഭവിഹിതം ഇതിൽ തന്നെ നിക്ഷേപിച്ചോ എന്ന് പറയുമ്പോൾ ആ ലാഭവിഹിതം എടുത്ത് ഇയാൾ ആഡംബരം നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയില്ല. അങ്ങനെയാണ് എങ്കിൽ ഇത് മൊത്തത്തിൽ നിക്ഷേപകർ പണം തിരിച്ചു ചോദിക്കുമ്പോൾ നാളെ മുതൽ ആഡംബരം കാണിക്കാൻ റോയിയുടെ കയ്യിൽ ഒന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇടുത്തി വീഴുമ്പോലെ ചില പ്രതിസന്ധികൾ റോയിയുടെ തലയിലേക്ക് വന്ന് വീണു. അപ്പൊ സ്വാഭാവികമായിട്ട് ഇയാൾ കുടുംബത്തോട് പറഞ്ഞു കാണാം. ഒരുപക്ഷെ കുടുംബം ചിലപ്പോൾ ഇപ്പൊ നിങ്ങൾ അങ്ങനെ നടന്നതുകൊണ്ടല്ലേ പണം ദൂർത്തടിച്ചത് കൊണ്ടല്ലേ സ്വാഭാവികമായി ഇപ്പൊ എത്ര പണമുള്ള ഭാര്യ എന്നൊക്കെ പറഞ്ഞാലും ഭാര്യമാരാണ്. അവർ ചില കാര്യങ്ങൾ പറയാതെ അങ്ങനെ നടക്കണ്ടായിരുന്നു, അതിങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ്. അപ്പൊ തന്നോടൊപ്പം വീട്ടുകാരും ഇല്ല, താൻ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ ഉള്ളതായിരിക്കാം ഒരുപക്ഷെ അസ്വസ്ഥനാക്കിയത്. മറ്റൊന്ന് ഈ ചില സംഘടനകളുടെ നിരോധിച്ച സംഘടനകളുടെ പണം, കള്ളപ്പണ ഇടപാടുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം, നമുക്കറിയില്ല. അപ്പൊ അത്തരത്തിൽ ചില ഭയങ്ങളൊക്കെ റോയിയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ടാകാം. കാരണം ജീവിതം ഒരു ദിവസം 11:59 വരെ ആഘോഷിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം ആ ദിവസം ഫുള്ളായിട്ട് ആഘോഷിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ആ ദിവസം ഫുള്ളായിട്ട് ആഘോഷിച്ച് കിടക്കുന്ന ഒരു മനുഷ്യൻ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ വന്നപ്പോൾ ആ വീഡിയോ നിങ്ങൾ പ്രൈവറ്റ് ആക്കണം, ഇപ്പൊ ഇടരുത്, അത് EDയുടെ മുന്നിലെത്തിയാൽ അത് വേറെ ചില കാര്യങ്ങൾക്ക് പോകുമെന്ന് പറയുമ്പോൾ എന്താണ് റോയ് ഭയപ്പെട്ടിരുന്നത്? റോയ് ED മാത്രമാണോ ഭയപ്പെട്ടിരുന്നത്? ഇങ്ങനെ ഒരു ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ റോയിയും കുടുംബവും എന്തൊക്കെയോ ഒളിച്ചിരുന്നു, അതിൽ റോയി പോയി. ഇനി റോയി വന്ന് പറയണം എന്താണ് സംഭവം. അതിന് റോയി ഇല്ല. ഇനി പറയേണ്ടത് ഭാര്യയാണ്. ഇതിനിടയ്ക്കൽ മകന്റെ
മകൻ പറഞ്ഞ ചില കാര്യങ്ങളിൽ വ്യക്തത കുറവുണ്ടെന്നൊക്കെ അന്വേഷണ ഏജൻസികൾ പറയുന്നു. എന്തായാലും അതിൽ വൈരുദ്ധ്യം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് നമുക്കറിയില്ല. അത് ഇനി ചിലപ്പോൾ കുടുംബത്തോട് ബാംഗ്ലൂരിൽ തന്നെ നിൽക്കാൻ പറഞ്ഞത് വീണ്ടും മൊഴിയെടുക്കാനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനോ ഒക്കെ ആയിരിക്കും. എന്തായാലും നമ്മൾ പുറമേ കാണുന്നതല്ല പലരുടെയും ജീവിതം എന്നുള്ളത്. പുറമേ വലിയ ആഡംബരവും വലിയ ഭയങ്കര സംഭവമാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കും, പക്ഷെ അകത്ത് വട്ടപൂജ്യമായിരിക്കും എന്നുള്ളത് ഇത് തന്നെയാണ് ഉദാഹരണം. അല്ല, ഈ ബാങ്ക് ലോൺ ഒന്നും എടുക്കാതെ ഈ ബിസിനസ് ചെയ്തുകൊണ്ടാണല്ലോ നിക്ഷേപകർ ആകർഷിക്കപ്പെട്ടത്. അപ്പോൾ അവർ വൻതോതിൽ പണം നിക്ഷേപിച്ചു. ഇനി ഈ ഒരു ഹോട്ടലിൻ്റെ ഒരു ലോബി ഒരു നില മുഴുവനായിട്ട് വാടകയ്ക്ക് എടുത്ത് ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ തന്നെ തങ്ങിയാൽ എത്ര കോടി രൂപ ചെലവ്. വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്ന് വെച്ചാൽ 10-15 ബോഡി ഗാർഡിന്റെ സംരക്ഷണയിൽ കഴിയുക. ബാംഗ്ലൂർ നഗരത്തിൽ പോലും ഒരുപാട് ബോഡി ഗാർഡിന്റെ സംരക്ഷണയിൽ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ജീവനിൽ ഭയം ഉണ്ടായിരുന്നു റോയിക്ക് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പൊ മാർവാടികളിൽ നിന്ന് അല്ലെങ്കിൽ ഹിന്ദി നോർത്ത് ഇന്ത്യക്കാർക്ക് ഇല്ല, ഉണ്ടാവില്ല. നോർത്ത് ഇന്ത്യയിൽ നിന്ന് അടക്കം ഈ റോയ് മരിച്ച സമയത്തും ഈ ഭാര്യ മക്കളും ഒക്കെ പോകുമ്പോഴും തൊട്ട് പുറകിൽ ബോഡി ഗാർഡ്. അല്ല, അതുണ്ട് സാർ. ഈ കുടുംബത്തിന് മൊത്തം ബോഡി ഗാർഡിന്റെ സംരക്ഷണം ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ മാർവാടികളിൽ നിന്നൊക്കെ പണം മേടിച്ച് കൃത്യസമയത്ത് കൊടുത്തില്ലെങ്കിൽ അവർ കൊട്ടേഷൻ ടീമിനെ ഗ്യാങ്ങിനെയൊക്കെ വിടും. അവരൊക്കെ ചെന്ന് ഇവരെ കൊല്ലാം. ഇനി കൂടാതെ ഈ മയക്കുമരുന്ന് ഇടപാട്, ആയുധക്കടത്ത് തുടങ്ങിയ നിയമത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരൊക്കെ തന്നെ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്ന ഹോട്ടലുകൾ വെച്ചാൽ ഈ ഹോട്ടലിൻ്റെ ഒരു ഫ്ലോർ ഫുള്ളായിട്ട് വാടകയ്ക്ക് എടുത്താൽ അവിടെ ആര് വന്നു ആര് പോയി എന്നതിനെക്കുറിച്ചൊക്കെ മറ്റാർക്കും ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടാകില്ല. അത്തരത്തിലുള്ള ചില സംശയങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് വന്നു. കാരണം റോയ് മനഃപൂർവ്വമായിരിക്കില്ല, കൊച്ചിയിൽ വന്നിട്ട് പോലും നമ്മൾ വർഷങ്ങൾക്ക് ശേഷം. അതെ. അപ്പൊ പണം നിക്ഷേപിച്ച ആൾക്കാർ ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഒരുപക്ഷെ റോയ്ക്ക് അറിയണമെന്നില്ല. താൻ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തുകൊണ്ട് ആ ബ്രാൻഡിനെ സ്നേഹിച്ച് അതിനെ ആരാധിച്ച് വന്നവരെന്ന് എല്ലാ കാലവും റോയ് വിശ്വസിച്ചു. പക്ഷെ കുറെ പേരെങ്കിലും കള്ളപ്പണം ആയിരിക്കാം നിക്ഷേപിച്ചത് എന്നുള്ള സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ദുബായിൽ നടത്തുന്ന ബിസിനസ്സെ കുറിച്ച് തങ്ങൾക്കൊന്നും അറിയില്ല എന്ന് വരെ മകന് പറയേണ്ടി വരുന്നു. കൂടാതെ സ്വന്തം മകളെ സിനിമയിൽ അഭിനയിപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ റോയ് നടത്തി. പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു സിനിമയിൽ റോയിയുടെ മകൾ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകൾ വരുന്നു. അപ്പോൾ സിനിമാ മേഖലയിലും വൻതോതിൽ പണം നിക്ഷേപിച്ച റോയ്ക്ക് അതൊന്നും തന്നെ തിരിച്ചു കിട്ടിയില്ല, വലിയ നഷ്ടമുണ്ടായി. അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു? ഈ നിക്ഷേപകരുടെ പണമെടുത്ത് വീണ്ടും വീണ്ടും ആഡംബര ജീവിതം നയിച്ചു. ഇനിയും ആഡംബര ജീവിതം നയിക്കാനുള്ള ക്യാഷ് ഫ്ലോ ഉണ്ടാകില്ല. അത് മാത്രവുമല്ല, നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ തൻ്റെ ആഡംബര ജീവിതം കെട്ടിപ്പൊക്കി ഇമേജ് എല്ലാം തകർന്നു വീഴും. ജയിലിലേക്കും പോകാം. ദുബായിലെ ജയിലറയിൽ കഴിയേണ്ടി വരുന്ന ഒരു കാലത്തെക്കുറിച്ച് റോയ്ക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അതാണ് ഇയാളെ മാനസികമായിട്ട് തളർത്തിയത്. ഒരു പക്ഷേ നിക്ഷേപകർ കൂട്ടമായി പണം തിരിച്ചു ചോദിച്ചതും റോയിയെ വല്ലാതെ അലോസരപ്പെടുത്തിയിട്ടുണ്ടാകും. അങ്ങനെയാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ, അതായത് മരണത്തിന് മുമ്പുള്ള ഒരാഴ്ചയ്ക്കുള്ളിൽ ഡയറി കുറിപ്പുകൾ എഴുതുന്നു. മകനാണ് അനന്തരാവകാശി എന്ന് എഴുതുന്നു. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് എല്ലാ വിവരവും അറിയാമെന്ന് പറയുന്നു. അങ്ങനെ ആഡംബരമില്ലാത്ത ഒരു ലോകത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടാത്ത റോയ് തിരിച്ചു പോയതാണെങ്കിലോ? അങ്ങനെയും കൂടെ കരുതിക്കൂടെ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും. റോയ് ഇനി ജീവിച്ചാൽ ഒരുപക്ഷെ ആഡംബരമൊന്നും ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം മതി, ഇതുവരെയുള്ളത് ഏകദേശമൊക്കെ ആസ്വദിച്ചു, ഇനി മതി എന്നുള്ളത് ആയിട്ട് എല്ലാ ഭാര്യയും മക്കളെ തലയിൽ വെച്ച് കൊടുത്തിട്ട് അദ്ദേഹം ഒരു മുങ്ങൽ പോലെയാണ് മുങ്ങി ജീവിതത്തിൽ നിന്നെന്ന് തന്നെ പറയേണ്ടി വരും. പ്രതിസന്ധികളെ അതിജീവിക്കാൻ അറിയില്ല. ഇത്തരം ശതകോടീശ്വരന്മാരായാലും ചിലർക്ക് പ്രതിസന്ധികൾ അതിജീവിക്കാൻ അറിയില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.